अस्सलाम वालेकुम रहमतुल्लाह। मुझे बताया गया था कि जुमे के वक्त आखिर में आवाज़ सही तरह नहीं पहुंच रही। ജുമയുടെ സമയത്ത് അവസാനം ശബ്ദം ശരിക്കും വരുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ശബ്ദം കിട്ടുന്നുണ്ടോ? ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? മർക്കസി പ്രതിനിധിയും അവിടെ ചെന്നിട്ട് ശബ്ദം എത്തുന്നുണ്ട് എന്ന് പറയുക. ശബ്ദം വരുന്നുണ്ടോ? കൈവെക്കുക. وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आजकल ഇൻകാലത്ത് ലോകത്തിൻ്റെ അവസ്ഥ ഇത് എല്ലാവരെയും ചിന്തയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരും ചിന്തയെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് ആരും ശ്രദ്ധ ചെലുത്തുന്നില്ല. ലോകത്തിൻ്റെ ഭൂരിഭാഗവും മറന്നുപോയിരിക്കുന്നു ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ളത്, ഒരു പരിപാലകനുണ്ടെന്നുള്ളതിന്. റബ്ബുല്ല സർവ്വലോക പരിപാലകനാണെന്നുള്ളത്. അവനാണ് എല്ലാ ലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലുള്ള എല്ലാത്തിനെയും അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ പരിപാലിക്കുന്നവനാണ് അവൻ. അവൻ മനുഷ്യനെയും ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ എല്ലാ ഉന്നത ഗുണങ്ങളും അവന് നൽകിയിട്ടുണ്ട്. അവന് ചിന്തിക്കാനുള്ള ശക്തി നൽകിയിരിക്കുന്നു. സത്യവും അസത്യവും നന്മയും തിന്മയും പാപവും നന്മയും എല്ലാം മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നിട്ടുകൂടി മനുഷ്യൻ ഇക്കാര്യങ്ങളെ ഇതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. നന്മയ്ക്ക് പകരമായിട്ട് തിന്മയിലേക്ക് കൂടുതൽ അവർ പോകുന്നു. തന്നെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് പൈശാചിക കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ആ പ്രത്യക്ഷമായ ആ തിളക്കത്തിലേക്ക് അവർ ശ്രദ്ധിക്കുന്നു. ഹൃദയ പരിശുദ്ധിയിലേക്ക് കുറഞ്ഞ ശ്രദ്ധ മാത്രമേ നൽകുന്നുള്ളൂ. ഭൂരിഭാഗവും അത് അവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥയില്ല എന്നുള്ളതിലേക്കാണ്, അവർക്ക് ശ്രദ്ധയേ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഉള്ളത്. പല മതക്കാരും ഇതിൽ പെട്ടിരിക്കുന്നു. മതമില്ലാത്തവരും ദൈവത്തെ അംഗീകരിക്കാത്തവരും ഇതിൽ ഏറ്റവും മുന്നിലാണ്. ഇത് തൻ്റെ എല്ലാ പ്രത്യക്ഷമായ അതുപോലെ തന്നെ ആന്തരികമായ പരിശ്രമവും കൂടി പിശാചിനെ പരിപൂർണമായും പിന്തുണക്കുന്നവരായി മാറിയിരിക്കുകയാണ്, സഹായിക്കുന്നവരായി മാറിയിരിക്കുന്നതാണ്. മറ്റുള്ളവരെയും വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പരിപൂർണമായി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല അവസാനം അതിൻ്റെ എന്താണ് പരിണതഫലം എന്നുള്ളത്. ഈ ലോകം താൽക്കാലികമാകുന്നു. മരണശേഷം ഒരു ലോകമുണ്ട്. അതിൽ അള്ളാഹുവിനെ അനിഷ്ടകരമായ കാര്യങ്ങൾ അത് ഞങ്ങൾ കാരണം ചെയ്യുന്നു. അള്ളാഹുവിനെ അവർ അഭിമുഖീകരിക്കേണ്ടതാണ്. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും ലോകത്തിലുള്ള ഈ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും അതിൽ അഹങ്കാരങ്ങളിലും മുഴുകിക്കൊണ്ട് അള്ളാഹുവിനെ തൻ്റെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നാവ് കൊണ്ട് പറയുന്നുണ്ടാവും ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളത്. എന്നാൽ അവരുടെ കർമ്മങ്ങൾ അതിന് തികച്ചും വിരുദ്ധമാകുന്നു. ദുഃഖമെന്ന് പറയട്ടെ,
മുസ്ലിങ്ങളുടെ ഭൂരിഭാഗവും ഇത് മറന്നുപോയിരിക്കുന്നു. എന്താണ് അള്ളാഹുവിനുള്ള അവകാശം, എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അവകാശം, അവർ മറന്നുപോയിരിക്കുന്നു. ഭൗതികത മാത്രമാണ് അവരുടെ ആഗ്രഹം. സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിലേക്കാണ് അവരുടെ ശ്രദ്ധ. സാമ്പത്തികമായിട്ടുള്ള നല്ല നിലയിലേക്കാണ് അവരുടെ ആഗ്രഹം, അവരുടെ പരിശ്രമം. ഈ ഭൗതിക അന്തസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ഭൗതിക രാജാക്കന്മാരുടെ ചക്രവർത്തികളുടെ മുന്നിൽ അവർക്ക് കുനിയേണ്ടി വരുന്നു. തങ്ങളുടെ ശക്തി നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ശക്തിയെ അല്ലെങ്കിൽ ശക്തമായ രാജ്യങ്ങളെയും സമുദായങ്ങളെയും അവരുടെ സഹായം തേടേണ്ടി വരുന്നു. മുസ്ലിങ്ങളും അള്ളാഹുവിനെ മറന്നുകൊണ്ട് തങ്ങളുടെ അന്തസ്സും അഭിമാനവും ശക്തിയും എല്ലാം തന്നെ ഇവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവർ മറന്നുപോയിരിക്കുന്നു അള്ളാഹു മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് അവരുടെ പരിഷ്കരണത്തിനായി തൻ്റെ പ്രത്യേക സഹായത്തോടുകൂടി സഹായവും സന്തണവും ഉള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നുള്ളത്. അവരെ പിന്തുടരുകയാണെങ്കിൽ അവർക്ക് ലോകവും പരലോകവും അവരുടെ നന്നായിത്തീരും. അവസാന കാലഘട്ടത്തിൽ അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ആ പ്രത്യേക വ്യക്തിയായിരിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. മസീഹും മഹദിയുമായിരിക്കും അദ്ദേഹം. ഇസ്ലാമിൻ്റെ അന്തസ്സും അഭിമാനവും വീണ്ടും സ്ഥാപിക്കുന്നതിനായിട്ട് ചുരുക്കത്തിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിങ്ങളുടെ ഭൂരിഭാഗം അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ അവസ്ഥയിൽ നാം അഹമ്മദികളുടെ ഉത്തരവാദിത്തം എന്തെന്നാൽ ഇത് മനസ്സിലാക്കണം. ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്ന ആ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. മസീഹ് മുസ്ലിം വിശ്വസിക്കണം, മസീഹ് മുസ്ലിമിൻ്റെ കാര്യങ്ങൾ അത് ചിന്തിക്കണം, അത് പ്രാവർത്തികമാക്കണം. നമ്മളുടെ ഈ ലോകവും പരലോകവും നമ്മൾ നേരെയാക്കണം. ലോകത്തുള്ളവരെയും നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിവതും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് പ്രാവർത്തികമാവുന്നത് നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യങ്ങളെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ്, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, അഥവാ നാമും അതിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളും അവരോടൊപ്പം ആയിച്ചേരുന്നതാണ്. അതായത് നാമമാത്ര മുസ്ലിങ്ങളിൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ അഹമ്മദിയും അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നോക്കണം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, മസീഹ് ഇസ്ലാമിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു. നമ്മൾ ഓർത്തുകൊള്ളുക, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ തക്വയുടെ ഉന്നത നിലവാരം പുലർത്തുന്നവരായി കാണാൻ ആഗ്രഹിക്കുന്നു. ഇത് സംബന്ധിച്ച് മസീഹ് ഇസ്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളെ ഉപദേശിച്ചിരിക്കുന്നു. നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേക വ്യതിരിക്തം ഉണ്ടായിരിക്കേണ്ടതാണ്. മസീഹ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽ, കുത്തുബകളിൽ, പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് തക്വ കരസ്ഥമാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പറഞ്ഞു, എല്ലാ നന്മയുടെയും അടിവേര് ഈ തോക്ക എന്നുള്ളതാണ്. അത് അള്ളാഹു വെളിപാടായി രണ്ടാമത്തെ വരി പറഞ്ഞു, ഈ അടിവേര് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റെല്ലാം ഉണ്ടായിരിക്കുകയുള്ളൂ. യഥാർത്ഥ അഹമ്മദിയാകുന്നതിന് വേണ്ടി അനിവാര്യമായിട്ടുള്ളത് തക്വയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് നാം ശ്രമിക്കുക, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായി തീരാൻ ശ്രമിക്കുക. നിങ്ങൾ ജലസിൽ വന്നിരിക്കുന്ന ഉദ്ദേശം ഇതാണ്: നമ്മുടെ ആത്മീയ ധാർമ്മിക ദീനിനെ പരിഷ്കരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ അഹമ്മദി മുസ്ലിങ്ങൾ ആയിത്തീരുക. അപ്പോൾ മാത്രമേ അഹമ്മദിയത്തിൻ്റെ സന്ദേശത്തെ നമുക്ക് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തെ ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇതിലേക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. ഇത് കരസ്ഥമാക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. തക്വയിൽ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ആരാധനകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ എളിമ ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള കാട്ടിക്കൂട്ടലിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. എല്ലാ അവസരത്തിലും ക്ഷമ കാണിക്കേണ്ടതുണ്ട്. ദീനിൻ്റെ കാര്യത്തിൽ സ്ഥിരത കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അദൃശ്യകാര്യങ്ങളുള്ള വിശ്വാസം അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ത്യാഗങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതിൽ സാമ്പത്തികവും ജീവനും തികച്ചിക്കേണ്ടതുണ്ട്. അതിൽ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം തഖ്വ കരസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി നാം മാറുകയുള്ളൂ. ചുരുക്കത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ട് തഖ്വയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പല സ്ഥലങ്ങളിൽ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. തഖ്വയെ സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് സ്വലാം അടുത്ത് പറയുന്നു, ജമാഅത്തിൻ്റെ നന്മയ്ക്കായി ഏറ്റവും അനിവാര്യമായ കാര്യം തഖ്വയെ സംബന്ധിച്ച് ഉപദേശിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ബുദ്ധിമാന്മാർ പറയുന്നത് തഖ്വ ഇല്ലാതെ മറ്റൊന്നും തന്നെ അള്ളാഹു അതിൽ തൃപ്തിയാകില്ല എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അതായത് നിങ്ങൾ ഓർത്തുകൊള്ളുക, അള്ളാഹു നിശ്ചയമായും തഖ്വ കൈക്കൊള്ളുന്നവരുടെ കൂടെയാണ്. നിശ്ചയമായും അള്ളാഹു ഔദാര്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ചുരുക്കത്തിൽ ഇത് എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ്. അഥവാ നാം അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ തലമുറയുടെ നിലനിൽപ്പ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ നിർദ്ദേശത്തെ മുന്നിൽ വെക്കേണ്ടതുണ്ട്. തഖ്വ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ഒരിടത്ത് മഹാത്മാവ് പറയുന്നു, നമ്മുടെ ജമാഅത്തിന് പ്രത്യേകിച്ച് തഖ്വയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അവരൊരു പ്രത്യേക വ്യക്തിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ ബദിയത്ത് ചെയ്തിരിക്കുന്നു. ആ വ്യക്തി പറയുന്നത് ഞാൻ നിയോഗ്യനാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള വിദ്വേഷങ്ങളിലും ശിർക്കുകളിലും പെട്ടിരിക്കുന്നവരെ അവർ ഭൗതികതയിൽ മുങ്ങിയിരിക്കുകയാണ്. ആ എല്ലാത്തിൽ നിന്നും അവർ രക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. പറയുന്നു, ഞാനുമായി ബൈഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തഖ്വ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. ഒരു സഹാബി പറയുന്നു, നിങ്ങൾ രോഗിയാണെങ്കിൽ ഏതുവരെ ആ രോഗത്തിന് മരുന്ന് നൽകുന്നില്ലയോ ആ രോഗം വർദ്ധിക്കുന്നതാണ് ചെയ്യുക. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുക, ചികിത്സ നൽകേണ്ടത് അനിവാര്യമാകുന്നു. ആത്മീയ ചികിത്സ എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. പറയുന്നു, നോക്കുക, ഒരു വ്യക്തി മുഖത്ത് ഏതെങ്കിലും കറുത്ത പാടുണ്ടെങ്കിൽ അയാൾക്ക് ചിന്ത ഉണ്ടാകുന്നു, ഇത് വലുതായി മുഖം വികൃതമാക്കില്ല എന്ന ചിന്തയുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ അതിൽ നിങ്ങൾ അലംഭാവം കാണിക്കുകയാണെങ്കിൽ, അതിൻ്റെ പരിഷ്കരിക്കുന്നതിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ, ശ്രമിക്കുന്നില്ല എങ്കിൽ, അത് വലിയ വലിയ പാപങ്ങളിലേക്ക് അത് മാറുന്നതാണ്. ഇത് നമ്മുടെ നിത്യമുള്ള അനുഭവമാണ്. നോക്കുക, മനുഷ്യൻ ആദ്യം ചെറിയ തെറ്റുകൾ ചെയ്യുന്നു, പിന്നീട് പതുക്കെ വലിയ വലിയ തെറ്റുകളിൽ അവർ അകപ്പെട്ടു പോകുന്നു. പിന്നീട് അവരെ നമസ്കാരവും ഇല്ലാതാവുന്നു, അള്ളാഹുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നു, നല്ല ധാർമ്മിക ഗുണങ്ങളും ഇല്ലാതാകുന്നു, നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ല, തൻ്റെ അടുപ്പക്കാരെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാകുന്നില്ല. അവരുടെ ഇഷ്ടം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, സ്വയം ഇഷ്ടപ്പെടുന്നത് മാത്രം, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായിരിക്കും. പിന്നീട് അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ട് അവർ ദുഷ്പരിണാമത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് വളരെ ഭയപ്പെടേണ്ട കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ആ തിന്മകളെയും നാം അകറ്റാൻ വേണ്ടി ശ്രമിക്കുക, തഖ്വയിൽ സഞ്ചരിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത് നമ്മെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട്, നമ്മുടെ ലോകത്തെയും നേരെയാക്കുന്നതിന് വേണ്ടി, നമ്മുടെ പരലോകത്തെയും നേരെയാക്കുന്നതിന് വേണ്ടി, ഇതല്ലാതെ മറ്റു മാർഗമില്ല. പറയുന്നു, അള്ളാഹു എത്രത്തോളം കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ടോ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, അതിനെ വളർത്തുക, പരിപാലിക്കുക. അതായത് ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക, നീതിയോടുകൂടി അതിനെ ഉപയോഗിക്കുക, അതിൻ്റെ അവകാശം നൽകുക. നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയമായും വിശ്വാസികൾ അവർ വിജയം പ്രാപിക്കുന്നു.
ആ മുത്തക്കിയുടെ ജീവിതത്തിൻ്റെ ചിത്രം ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നു, ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ആ തക്വയിൽ സഞ്ചരിക്കുന്നവർ അവർ തീർച്ചയായും വിജയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, വിജയം പ്രാപിക്കണമെങ്കിൽ, ലക്ഷ്യം കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് വിശ്വാസികളാകേണ്ടി വരും. വിശ്വാസിയാകുന്നതിന് വേണ്ടി തഖ്വ അനിവാര്യമാകുന്നു, ഭയഭക്തി അനിവാര്യമാകുന്നു. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നു. അതിൻ്റെ അർത്ഥം അവർ എങ്ങനെയുള്ളവരെന്നാൽ അവർ വിജയിക്കുന്നവരാണ് തഖ്വയിൽ ഭയഭക്തി കൈക്കൊള്ളുന്നവർ. അഥവാ നാം വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങളെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ പിന്തുടരേണ്ട ആവശ്യമുണ്ട്. ആ യഥാർത്ഥ അധ്യാപനത്തിൽ അതനുസരിച്ച് നാം ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം നമ്മുടെ ഉദ്ദേശത്തിൽ നാം വിജയം പ്രാപിക്കുകയുള്ളൂ. ഒരു വിശ്വാസിയുടെ അടയാളം നമ്മുടെ നമസ്കാരത്തെ വളരെ ഭംഗിയായി അനുഷ്ഠിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. നമസ്കാരം അത് വീണു പോകുന്നതിലും അതിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായം തേടുന്നു, നമസ്കാരത്തിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നു, ആരാധനയിലേക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നു. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം. അലംഭാവം ഉണ്ടാവണമെങ്കിൽ, അശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ ഈ നമസ്കാരത്തെ അത് വീണ്ടും എഴുന്നേൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു, അത് നേരെയാക്കാൻ ശ്രദ്ധിക്കുന്നു. അള്ളാഹു നൽകിയ ആ കഴിവുകൾ ഇതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സമ്പത്ത് നൽകിയിരിക്കുന്നു, അതിൽ നിന്ന് നൽകുന്നു. അള്ളാഹു എന്താണോ ജീവിത വിഭവങ്ങൾ നൽകിയിരിക്കുന്നത് അതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കാനായി അവർ ചെയ്യുന്നു. പറയുന്നു, നമ്മുടെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടാകും. അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. ഇതാണ് തഖ്വയിൽ മുത്തക്കിയുടെ അടയാളം. എൻ്റെ നഫ്സിന് എന്ത് അപകടമാണുള്ളതെന്ന് അവർ ചിന്തിക്കുന്നില്ല, മറിച്ച് അള്ളാഹു പറയുന്നു ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അപ്പോൾ അതിൽ അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? അവർ വിശ്വാസത്തെ പരിപൂർണമാക്കുന്നു. പിന്നീട് അത് യക്കീൻ, ദൃഢവിശ്വാസത്തിലേക്ക് എത്തുന്നു. ഇവർ തന്നെയാണ്, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ സൽമാർഗം കരസ്ഥമാക്കിയവർ. അവരൊരു എങ്ങനെയുള്ള വഴിയിലാണെന്നാൽ അത് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നതാണ്. അവസാനം അവർ വിജയത്തിലേക്ക് എത്തുന്നു. അതായത് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിജയത്തിലേക്കാണ് മാർഗം അവരെ കൊണ്ടുപോകുന്നത്. ഇവരാണ് യഥാർത്ഥ വിജയികൾ. അവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അവരുടെ ലോകവും നേരെയാകുന്നു, അവരുടെ പരലോകവും നേരെയായിത്തീരുന്നു. അവർ ആ മാർഗത്തിലുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ശൈത്താൻ അവർ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഇന്ന് എല്ലാ തലങ്ങളിൽ നിന്നും, ഇടത്തുനിന്നും വലത്തുനിന്നും മൂളിൽ നിന്നും പുന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും അവർ ആക്രമിക്കുന്നു. ഈ ലോകത്ത് ഇക്കാലത്ത് വളരെ അപകടകരമായ പലതുമുണ്ട്. മനുഷ്യൻ അതിൻ്റെ അസ്വസ്ഥനായിത്തീരുന്നു. എങ്ങനെയാണ് നാം അതിൽ രക്ഷപ്പെടുന്ന ആലോചിക്കുന്നു. തങ്ങളുടെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ചിന്ത ഉണ്ടാകുന്നു, എങ്ങനെയാണ് അവരെ നാം രക്ഷിക്കുക എന്നുള്ളത്. എങ്ങനെ നാം നമ്മളെ ഈ ശൈത്താനിക ആക്രമണം രക്ഷിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നു. അതിനുള്ള മാർഗം ഏതാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ ആരാധന പരിപൂർണമായി ശരിയാക്കുക, അവൻ്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് വിജയം ലഭിക്കുക. ഇത് തഖ്വ ഇല്ലാതെ ഒരിക്കലും കരസ്ഥമാകുന്നതല്ല. പറയുന്നു, അതുകൊണ്ട് അള്ളാഹു നമുക്ക് തഖ്വ കരസ്ഥമാക്കാനായി കൽപ്പിച്ചിരിക്കുന്നു. ഒരു ഗ്രന്ഥം നമുക്ക് നൽകിയിരിക്കുന്നു. അതിൽ തഖ്വയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് വിശുദ്ധ ഖുർആനിൽ എല്ലാ കൽപ്പനകളും. പിന്നെ പറയുന്നു, നമ്മുടെ ജമാഅത്തിന് ദുഃഖം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമുക്ക് തഖ്വ ഉണ്ടോ എന്നുള്ളത്. ഇതാണ് അതിർത്ത് മസീഹ് വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിർത്ത് മസീഹ് വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾ എല്ലാവരും എല്ലാ ദുഃഖത്തേക്കാൾ വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മൾക്ക് ഇത് കരസ്ഥമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭയഭക്തർക്കുള്ള ഒരു നിബന്ധന അവരുടെ ജീവിതം ദാരിദ്ര്യത്തിലും
വിനീതമായും കഴിച്ചു കൂട്ടുക. അതായത് സമ്പത്ത് കരസ്ഥമാക്കണ്ട എന്നുള്ളതല്ല, എങ്കിൽ മാത്രമേ തക്കുവയിൽ പോകാൻ പറ്റൂ എന്നുള്ളതല്ല. മറിച്ച് ഉദ്ദേശം ഇതാണ്: എല്ലാം ഉണ്ടായിട്ടുകൂടി, എല്ലാ സൗകര്യവും ഉണ്ടായിട്ടുകൂടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുകൂടി അവരുടെ പ്രകൃതത്തിൽ ദാരിദ്ര്യവും എളിമയും അതുപോലെ പാവപ്പെട്ടവരും ദരിദ്രയും ചിന്തിക്കുന്നവരും തങ്ങളുടെ ഉള്ളിൽ എളിമ ഉണ്ടാക്കിയെടുക്കുന്നവരുമാകുന്നു. അത് തക്വയുടെ ഒരു ശാഖയാകുന്നു. അതിൽ നമുക്ക് എന്താണ് ലഭിക്കുക? അത് മുഖേന നമുക്ക് ശക്തി ലഭിക്കുന്നു. അതിലൂടെ നാം അന്യായമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. സിദ്ദീഖും ആരിഫിനും അവരുടെ അവസാന ലക്ഷ്യം അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പറയുന്നു, അഹങ്കാരം, ഇത്തരത്തിലുള്ള എല്ലാ വിദ്വേഷങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അത് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്നു. മനുഷ്യൻ തൻ്റെ ആത്മാവിനെ മറ്റുള്ള കാര്യത്തിൽ നിന്ന് വലുതായി കാണുമ്പോഴാണ് തിന്മയിലേക്ക് പോകുന്നത്. നമ്മളിൽ നിന്ന് പലരും നമ്മുടെ നഫ്സിനെ മറ്റുള്ളവരെക്കാൾ മുൻഗണന നൽകാൻ വേണ്ടി അതിന് പകരമായിട്ട് നാം മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്. മസീഹ് ഇസ്ലാം പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾ പരസ്പരം ചെറുതും വലുതുമായി കണക്കാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അഹങ്കാരം കാണിക്കരുത്, അല്ലെങ്കിൽ നിന്ദ്യരായി കാണരുത്. അള്ളാഹുവിനറിയാം ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നുള്ളത്. ഇതൊരു തരത്തിലുള്ള പരിഹാസമാകുന്നു. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വലിയൊരു ചെറിയൊരു ഉണ്ടെന്നെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ പരിഹാസം, നിന്ദ്യത, അത് ഒരു വിത്തിനെ പോലെ വളരുകയും അത് അവരെ നശിപ്പിച്ചു എന്ന് ഭയപ്പെടുന്നു. അതൊരു വിത്തിനെ പോലെയാകുന്നു. അത് പരസ്പരം നിന്ദ്യരെ കാണുക എന്നുള്ളത് അതൊരു വിത്തിനെ പോലെയാകുന്നു. അത് വിത്ത് പൊട്ടുകയും അത് ചെറിയൊരു ചെടിയായി മാറുന്നു. പിന്നീട് വളർന്ന് വലിയൊരു വൃക്ഷമായി തീരുന്നു. അതുകൊണ്ട് അതിൽ നിങ്ങൾ രക്ഷപ്പെടുക. കാരണം ഈ തക്കബ്ബറും അഹങ്കാരവും അതെല്ലാം തന്നെ നിങ്ങളെ നശിപ്പിക്കുന്നു. അത് തക്വയിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നു, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നിങ്ങൾ പ്രത്യേകിച്ച് മസീഹ് വസ്സലാം ഉപദേശിക്കുന്നു. അത് മനുഷ്യൻ്റെ നാശത്തിലേക്ക് എത്തിക്കുന്നു. പറയുന്നു, നോക്കുക, ചിലർ വലിയവരോട് വലിയ ബഹുമാനത്തോട് പറയുന്നു, എന്നാൽ വലിയവർ ആ ഗതിയുടെ വാക്കുകൾ അതുപോലെ ശ്രദ്ധിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ കാര്യങ്ങളെ ബഹുമതിക്കുക. അവരെ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് ദുഃഖം ഉണ്ടാക്കരുത്. വലാ തനാബുസു ബിൽ അൽകാബ് ബൈസൽ ഇസ്മുൽ ഫുസൂഖു ബാദൽ ഈമാനി മല്ലം യുതുഫ് ഫഉലൈക ഹുമു സാലിമൂൻ. നിങ്ങൾ പരസ്പരം ചീത്തപ്പേരിൽ വിളിക്കരുത്. ഇത് ഫസാദാണ്, അനുസരണക്കേടുള്ളവരുടെ കാര്യമാണിത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അതുപോലെ ആകുന്നതുവരെ അവർ മരിക്കുകയില്ല. അവർക്ക് അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകുന്നു, മറ്റുള്ളവരെ പരിഹരിക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജാലിമായിത്തീരും, അക്രമികളായിത്തീരും. നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ ചെറിയവരായി കണക്കാക്കരുത്. ആരാണ് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നത് നമുക്കറിയില്ല. നാം സ്വയം പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, ആ അരുവിയിൽ നമ്മൾ കുടിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് യഥാർത്ഥമാകുന്നത് പരസ്പരം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനറിയാം ആരാണ് വലുത് ചെറുത് എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയിൽ വളർന്നവരാണ് വലിയവർ. അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്കാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിൽ തഖ്വയുള്ളവരാണ് ഏറ്റവും വലിയവർ. അള്ളാഹു നിശ്ചയമായും എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു, എല്ലാം അറിയുന്നവനുമാകുന്നു. നമ്മൾ വലിയ മുത്തക്കിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നാം എല്ലാ അവകാശം നൽകുന്നവരെന്ന് പറയാൻ കഴിയും. നമ്മൾ പറയുന്നു അങ്ങനെയല്ല. അള്ളാഹുവിനാണ് അറിയാവുന്നത്. അലീമുൻ ഖബീറുൻ അള്ളാഹുവാണ്. അവനറിയാം നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന്. നമ്മുടെ ഹൃദയ അന്തരാളങ്ങൾ വരെ അവൻ അറിയുന്നു. അതുകൊണ്ട് എപ്പോഴും ഓർത്തു വെക്കുക, നമ്മളിൽ തഖ്വ ഇല്ല, എങ്ങനെയാണ് നാം സഞ്ചരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഭയം എങ്ങനെയാണ് നാം നമ്മുടെ ഹൃദയത്തിൽ കൂടി കൊള്ളിക്കേണ്ടത്. ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് എപ്പോഴും നാം നോക്കണം. നമ്മുടെ കർമ്മങ്ങളെ
ശരിയാക്കി എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ പരിശുദ്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തഖ്വ കൈക്കൊള്ളുക. ഇവിടെ ആത്മീയതയുടെ കാര്യമാണ് വരുന്നത്. ഈ ലോകത്ത് ഗുണം നൽകുന്നതും അകലെ പരലോകത്തും അത് നമുക്ക് ഗുണം നൽകുന്നു. ഈ ഭൗതിക ബുദ്ധിയുടെ കാര്യമല്ല പറയുന്നത്. ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ വലിയ ശാസ്ത്രജ്ഞന്മാരാകുന്നു, ബുദ്ധിമാന്മാരാകുന്നു, വളരെയധികം വിദ്യ അവർ പരത്തുന്നവരാകുന്നു എന്നെല്ലാം പറയാറുണ്ട്. ഇത് ഭൗതിക ബുദ്ധിമാന്മാരെ കുറിച്ചുള്ളതാണ്. അവർക്ക് ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി മാത്രം ഉണ്ടാവുകയുള്ളൂ. അവരുടെ ദീൻ അവരുടെ കാലിയായിരിക്കും. മരണശേഷം അള്ളാഹുവിൻ്റെ സവിധിയിലെത്തുമ്പോൾ അവരോട് എന്താണ് അള്ളാഹു പ്രവർത്തിക്കുക നമുക്കറിയില്ല. പറയുന്നു, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക, ആ ബുദ്ധി ശക്തി നിങ്ങൾ വളർത്തുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഭയഭക്തി കൈക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ബുദ്ധിയും കിട്ടും, ആത്മീയമായ ബുദ്ധിയും ലഭിക്കുന്നതാണ്. അത് ആകാശത്ത് നിന്ന് വരുന്നതാണ്. അത് അതിനൊപ്പം ഒരു പ്രകാശവും കൊണ്ടുവരുന്നു. അത് ഒരു അന്വേഷണത്തിലായിരിക്കും. അതിനുള്ള നിയമം നമ്മുടെ ഭൗതികമായിട്ടുള്ള ആ നിയമത്തിൽ കാണുന്നത് പോലെ ചില സ്ഥലങ്ങളിൽ ആ മഴ പോലെയാണ്. അത് മഴ ചില സ്ഥലങ്ങളിൽ അത് മഴ കൊണ്ടത് ചില സ്ഥലങ്ങളിൽ ചെടികൾ വളരുന്നു, ചില സ്ഥലങ്ങളിൽ അത് പ്രളയം ഉണ്ടാക്കുന്നു. മനുഷ്യൻ ബുദ്ധി കരസ്ഥമാക്കണം. യഥാർത്ഥ ബുദ്ധി കരസ്ഥമാക്കുന്നവർ അള്ളാഹുവിൻ്റെ ദാസരാകുന്നു. അള്ളാഹുവിൻ്റെ അധ്യാപനം അതിനെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആ പരിപൂർണ്ണ ശരീഅത്ത്, ആ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം, അതിനെ നാം നോക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് തഖ്വയിലൂടെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ആ തഖ്വയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ഓർമ്മശക്തിയെ നാം അഭിവൃദ്ധിപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും മഴ വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം അത് ഒരു വരണ്ട ഭൂമിയെ പോലെ ആയിത്തീരുന്നു. അതിലൊന്നും തളിർക്കുകയോ ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ മുള്ളുള്ള മുൾച്ചെടികൾ മാത്രമായിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ മഴയിൽ നിന്നും നമുക്ക് പ്രയോജനം എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. പറയുന്നു, ആ ഭൂമി അതിന് അനുയോജ്യമല്ല എങ്കിൽ ആ മഴ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നതല്ല, അത് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഈ ആകാശീയ വെളിച്ചം, അത് ഹൃദയത്തെ വെളിച്ചമുള്ളതാക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നതിനെ, അതിനെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട്. ആ മഴ പോലെ നമുക്ക് അനുയോജ്യമല്ലാത്ത പോലെ ആയിത്തീരരുത്. അതായത് ഭൂമിക്ക് അത് വരണ്ട ഭൂമിയാണെങ്കിൽ, ഭൂമി നല്ലതല്ലെങ്കിൽ ആ വെള്ളം നഷ്ടപ്പെടുന്നു, പാഴായി പോകുന്നു. അതായത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, നിങ്ങൾ ഇരുണ്ട ഭൂമിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. ഈ ഈ പ്രകാശം അള്ളാഹുവിൻ്റെ അധ്യാപനമാകുന്നു. ആ അധ്യാപനങ്ങളെ അത് ആകാശത്തിൽ നിന്ന് മഴയെപ്പോലെയാകുന്നു. ആരാണ് അവർ ഇതിനെ പ്രയോജനപ്പെടുത്താത്തത്? അവർ അന്ധകാരത്തിൽ നടക്കുന്നവരെ പോലെയാകുന്നു. അവർ പൊട്ടക്കിണറ്റിൽ വീണവർ നശിച്ചു പോകുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകൾ അടച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ കണ്ണുപൊത്തി പോവുകയാണെങ്കിൽ നമ്മൾ കുഴിയിൽ വീഴുന്നതാണ്. അങ്ങനെ കണ്ണുപൊത്തി അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? നമ്മൾ വീഴുന്നതായിരിക്കും. ആ പൊട്ടക്കിണറ്റിൽ വീഴും, നമ്മൾ നശിക്കുന്നതുമായിരിക്കും. പറയുന്നു, അള്ളാഹു മാതാവിനേക്കാൾ വലിയ ദയുള്ള വ്യക്തിയാണ്. വാത്സല്യമുള്ള മാതാവിനേക്കാൾ അധികം കാരുണ്യമുള്ളവനാണ്. തൻ്റെ സൃഷ്ടി പാഴായി പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവൻ സൽമാർഗം നമുക്ക് നൽകുന്നു. പക്ഷേ നിങ്ങൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ബുദ്ധിയെയും ചിന്തയും ഉപയോഗിക്കുന്നില്ല. ഏതുവരെ ഭൂമി അത് ശരിയായ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമാക്കുന്നില്ലയോ, അതുപോലെ ഏതുവരെ നിങ്ങൾ പ്രയത്നിക്കുന്നില്ലയോ, ആ പരിശുദ്ധമായിട്ടുള്ള ബുദ്ധി നിങ്ങൾക്ക് ആകാശത്ത് ലഭിക്കുന്നില്ല. പ്രകാശം ഇറങ്ങുന്നത് മാത്രമാകുന്നതല്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾക്കും പരിശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങളും പരിശ്രമിക്കണം, നിങ്ങൾക്കും ജിഹാദ് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സന്ദേശത്തെ ശ്രവിക്കുന്നതിനായി, അവൻ്റെ നിയോഗിതരുടെ കേൾക്കുന്നതിനായി, അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി, അതിനെല്ലാം തന്നെ സ്വയം നിങ്ങൾക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ പ്രകാശത്തെ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നേരെ മാർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയം സഫലതയും കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ഭൂമിയെ പോലെ ആയിത്തീരുകയുള്ളൂ. അത് നല്ല നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല ചെടികൾ വളർത്തുന്ന ഭൂമിയെ പോലെ ആകുകയുള്ളൂ. എല്ലാവർക്കും അത് അങ്ങനെ ആകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. यहाँ इस तरफ भी तवज्जो दिला दूं, മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ കുറേ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കുന്നില്ല എന്നും പറയാറുണ്ട്. അതിനു വേണ്ടിയും തഖ്വ അനിവാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു പറഞ്ഞ നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ടോ തഖ്വയ്ക്കുള്ള? പറയുന്നു, ഈ കാലഘട്ടത്തിൽ അള്ളാഹു വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ദീനിനെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഇതിലേക്ക് ഞങ്ങൾ വിളിക്കുന്നതിനായി. ഈ കലാപങ്ങളും പ്രശ്നമില്ല ഇല്ലെങ്കിൽ ഈ ദീനിൽ ബയ്യത്ത് ചെയ്യുന്നതിന് വേണ്ടി ബയ്യത്തിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ കാണുന്നത് എല്ലാ ഭാഗത്തും ഇടതും വലതും ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല സമുദായങ്ങളും പലതും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാണാം, മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് ഇല്ലാതാക്കുന്നതിന് പല രീതികളും ഉപയോഗിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ ഭൂമിശാസ്ത്രമായ യുദ്ധമാണെന്ന് പറയുന്നു. ശരിയാണ്, യുദ്ധങ്ങളും ഉണ്ടാകുന്നു, രാഷ്ട്രീയ യുദ്ധങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഉള്ളിലുള്ളിൽ പലരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് പതുക്കെ പതുക്കെ ഇപ്പോൾ ഫലസ്തീനെ മേലെ ആക്രമിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറ്റു മുസ്ലിങ്ങൾക്കും അത് പ്രഭാവിതമാകുന്നതാണ്. ഒരു രാജ്യം, പിന്നീട് മറ്റു രാജ്യം, പിന്നെ മൂന്നാമത്തെ രാജ്യം, അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ ജോലി. അതുകൊണ്ട് ഇന്നും സമയമുണ്ട്. മുസ്ലിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. അള്ളാഹു ഈ കാലഘട്ടത്തിൽ അയച്ചിട്ടുള്ള നിയോഗിതനെ, അതിനെ വിശ്വസിക്കുന്നവരാവുക, ഒന്നായിക്കൊണ്ട്. പിന്നീട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കരയുക, അവൻ്റെ സഹായം തേടുക. പ്രാവർത്തികമായ നിലയിൽ അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ നീതിയെ നിലനിർത്തുന്നതിനായി ശ്രമിക്കുക. പിന്നീട് എന്താണ് വിപ്ലവം ഉണ്ടാവും നിങ്ങൾ കാണുക. അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നാം ഇത് പ്രയോജനമെടുക്കണമെങ്കിൽ നാമും വാദിക്കുന്നു നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബൈഅത്ത് ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ നമ്മുടെ ദാവ അത് പൂർത്തിയാവുന്നത് യാഥാർത്ഥ്യത്തിൽ നാം അത് പ്രാവർത്തികമാക്കുമ്പോഴായിരുന്നു. ഏത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്, ആ ഉദ്ദേശത്തിലേക്ക് എത്തുമ്പോഴായിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാകുന്നു. ആ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് കരസ്ഥമാക്കുമ്പോഴാകുന്നു. പറയുന്നു മസീഹ് വസ്സലാം, നിങ്ങൾ ഇസ്ലാമിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരുക, വിശുദ്ധിയുള്ളവരായി തീരുക. പലരും ചോദിക്കുന്നു ഇന്നത്തെ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത്, സംഭവിച്ചുകൊണ്ടിരുന്നത് ഫലസ്തീനുകളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന രാജ്യക്കാരോട് സംഭവിക്കുന്നത്, അല്ല ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്, അതിനുള്ള പരിഹാരം എന്താണ് ചെയ്യാൻ കഴിയുക? പറയുന്നു, അതിനുള്ള പരിഹാരം ഇതാണ്: നിങ്ങൾ തഖ്വ കൈക്കൊള്ളുക, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് ശ്രമിക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നതായി നിങ്ങൾ കാണുന്നതായിരിക്കും. മുസ്ലിങ്ങൾ ഇന്ന് സ്വയം അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയില്ല അവർക്ക്. ആ ഫലസ്തീൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ആ അവഗണന അത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇസ്ലാമിന് എതിരാളികൾ ഓരോന്നോരോന്നായി കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളെയും അവർ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യഹൂദികളിൽ നിന്ന് ചിലർ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അള്ളാഹു പറയുന്നു, സാബിറു വറാബിത്തു, നിങ്ങൾ ക്ഷമ കാണിക്കുക, നിങ്ങൾ അതിർത്തിയെ നിങ്ങൾ സംരക്ഷിക്കുക. അതിർത്തി സംരക്ഷണം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ കുതിരകളെ അവിടെ കെട്ടേണ്ട ആവശ്യമാണ്. അതുപോലൊരു വിശ്വാസിക്കും തൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനായി ശ്രദ്ധയോടെ നിൽക്കേണ്ടതാണ്. എല്ലാ പരിപൂർണമായി തയ്യാറായി നിൽക്കേണ്ടതാണ്. നിങ്ങളും തയ്യാറായി നിൽക്കേണ്ടതാണ്.
ആ എതിരാളികൾ ആ അതിർത്തി കടന്നുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അത് മതമില്ലാത്തവരിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നും മറ്റു മതക്കാരിൽ നിന്നെല്ലാം ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇന്ന് അഹമ്മദികൾ ചെയ്യേണ്ടത്, അഹമ്മദികളുടെ ജോലിയാണ് അവർ എഴുന്നേൽക്കുക, തങ്ങളുടെ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് ശ്രമിക്കുക, തങ്ങളുടെ തഖ്വയെ നിലവാരം ഉയർത്തുന്നതിനോട് ശ്രമിക്കുക, അതിൽ അഭിവൃദ്ധിനെ ശ്രമിക്കുക. അങ്ങനെയല്ല എങ്കിൽ ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നു, നിങ്ങൾ ഇസ്ലാമിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം നിങ്ങൾ തഖ്വയും വിശുദ്ധിയും കൈവരിക്കുക. അതിലൂടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ കോട്ടയിൽ നിങ്ങൾ ആയിത്തീരുന്നതാണ്. ആ സുദൃഢമായ കോട്ടയിൽ നിങ്ങൾ ആകുന്നതാണ്. നിങ്ങളിൽ വിശ്വാസവും വിശുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായി മാറുന്നതാണ്. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ പ്രവർത്തനം ശരിയല്ല, നാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല, അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അഭയം എങ്ങനെയാണ് ലഭിക്കുക? അതൊരിക്കലും സാധ്യമല്ല. നമ്മളിൽ തഖ്വ ഇല്ലെങ്കിൽ അള്ളാഹു നമ്മെ രക്ഷിക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അള്ളാഹു നിന്നെ രക്ഷിക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ, തഖ്വ കൈക്കൊള്ളുകയാണെങ്കിൽ, തഖ്വ സ്വീകരിക്കുകയാണെങ്കിൽ, ഭയഭക്തി ഉൾക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഹുസ്നെ ഹസീൻ ആ സുദൃഢമായ കോട്ടയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു സേവനത്തിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. മുസ്ലിങ്ങളുടെ ശക്തി എങ്ങനെയാണ് അപജയമുണ്ടായത്? സമൂഹങ്ങൾ അവരെ അനിഷ്ടത്തോട് കാണുന്നു, അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചിരിക്കുന്നു. അത് അവസാനമാണെന്നും കരുതേണ്ടി വരും. മസീഹ് ഇസ്ലാം പറയുന്നു ജമാഅത്തിനോട്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ശുദ്ധീകരിക്കുക, ആ ദൈവിക ശക്തി അതിൽ നിങ്ങൾ സ്വാംശീകരിക്കുക. മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കുന്നു. ജമാഅത്തും ഇതിലേക്ക് ശ്രദ്ധിച്ചില്ല എങ്കിൽ, തങ്ങളുടെ ബന്ധം അള്ളാഹുവുമായി വർദ്ധിപ്പിച്ചില്ല എങ്കിൽ, നമ്മുടെ ഭയഭക്തിയുടെ നിലവാരത്തെ ഉയർത്തിയില്ല എങ്കിൽ, മസീഹ് ഇസ്ലാം പറയുന്നു അത് അവസാനമായിരിക്കും, അത് അന്ത്യമായിരിക്കും. പറയുന്നു, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തഖ്വയും തഹാറത്തും വിശുദ്ധിയുമാകുന്നു. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അത് യഥാർത്ഥ നന്ദി പ്രകടനമല്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നുള്ള സന്തോഷിച്ചൊരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ അവകാശികളാകണമെങ്കിൽ അത് നിങ്ങൾക്ക് ഭയഭക്തി കൈക്കൊള്ളേണ്ടി വരും. പറയുന്നു, നിങ്ങൾ യഥാർത്ഥ വിശുദ്ധി തഖ്വയുടെ മാർഗം കരസ്ഥമാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സുവാർത്ത നൽകുന്നു. നിങ്ങൾ അതിർത്തിയിലാണുള്ളത്, ആർക്കും നിങ്ങളെ ജയിക്കാൻ സാധിക്കില്ല. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ സമുദായത്തിൽ പറയുന്നു, സൽക്കർമ്മത്തിൻ്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും. അള്ളാഹുവിന് നമ്മുടെ സമ്പത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ശാരീരിക കഴിവുകളുടെ ആവശ്യമില്ല. അവിടെ തഖ്വ, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നു. ഇലഹി യസദുൽ കലിമു ത്വയ്യിബ്, അതിൻ്റെ അർത്ഥം നല്ല കാര്യങ്ങൾ അത് അള്ളാഹുവിലേക്ക് പോകുന്നു. ഇതിനു വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, വൽ അമലു സ്വാലിഹു യർഫഉ, വൽ അമലു സ്വാലിഹു യർഫഉ. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അത് നിങ്ങൾ ഉയർത്തുക. ആരുടെ വിശ്വാസമാണ് സുദൃഢമായിട്ടുള്ളത്, അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കുന്നു, അതിനെ മേലെ കൊണ്ടുപോകുന്നു. ആർക്കെത്ര വിശ്വാസമുണ്ടോ അത്രയും അവിടെ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായി തീരുന്നു. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീരുകയും ചെയ്യുന്നു. പറയുന്നു, വിജയം ലഭിക്കുന്നത് മുത്തക്കിക്കാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, കാന ഹക്കൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ സഹായിക്കുന്നുള്ളത് ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നിൽ. അതുകൊണ്ട് വിശ്വാസം ശരിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായവും നമുക്കൊപ്പുണ്ടാകും. പറയുന്നു, വലൻ യജ്അലുല്ലാഹു ലിൽ കാഫിരീന വലിൽ മുഅ്മിനീന സബീല, വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സഗീറ. അള്ളാഹു നിഷേധികൾക്ക് വിശ്വാസികളുടെ മേൽ വിജയം നൽകുന്നതല്ല. നമ്മുടെ വിശ്വാസത്തെ പരിപൂർണമാക്കേണ്ടത് നിബന്ധനമാണ്. അതില്ലാതെ മറ്റൊരു മാർഗവുമില്ല. പറയുന്നു, വിശ്വാസികൾക്ക് മേൽ കാഫിര്യങ്ങൾ വിജയിപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ വിജയം തഖ്വയിലാണ്.
നബി തിരുമേനി സ്വല്ലല്ലാഹു കാലഘട്ടത്തിൽ എന്തായിരുന്നു? അവർ തഖ്വ കൈക്കൊണ്ടു. നബി തിരുമേനി സ്വല്ലല്ലാഹു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു മലക്കുകളെ അവരുടെ സഹായത്തിനായി ഇറക്കി. ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹാബാക്കൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ എത്രത്തോളം വിജയം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അത് മനുഷ്യ കഴിവുകളുടെ ഫലമായിട്ടായിരുന്നില്ല. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ ഇസ്ലാം ആഗോള ഭരണകൂടമായി ഒരു മനുഷ്യനെ ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ട് അള്ളാഹു വീണ്ടും വീണ്ടും പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മൂസിനൂൻ. നിങ്ങൾ ഓർത്തുകൊള്ളുക, അള്ളാഹു ഭയഭക്തി കൈക്കൊള്ളുന്നവരുടെ ഒപ്പമായിരിക്കുന്നു. അള്ളാഹു നിശ്ചയമായും ഔദാര്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇതില്ലാതെ മറ്റൊരു മാർഗവുമില്ല. തഖ്വ കൈക്കൊള്ളേണ്ടതുണ്ട്. പറയുന്നു മുത്തക്കി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവൻ. ഒന്ന് ഒരു തിന്മയെ ഉപേക്ഷിക്കുക, മറ്റൊന്ന് നന്മയെ സ്വീകരിക്കുക. ആ തിന്മയെ ഉപേക്ഷിക്കുന്നത് ആണ് മുത്തക്കി. അതായത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നു, നന്മയെ സ്വീകരിക്കുന്നു. വല്ലദീനഹും മൂസിനു എന്ന് പറയുന്നു. മൂസിൻ ആരാണ്? അവർ നന്മ ആഗ്രഹിക്കുന്നവനാണ്, നല്ല കാര്യം ആഗ്രഹിക്കുന്നു, നന്മകൾ ചെയ്യുന്നു. നന്മ എത്രത്തോളം കൊണ്ടുപോകുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ അനേകം അനുഗ്രഹങ്ങളുടെ അവകാശികളായി മാറുന്നു. അതുകൊണ്ട് അതിനെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പറയുന്നു ഇവിടെ മൂസിനൂൻ എന്ന പദം ഉദ്ദേശിക്കുന്നത് നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യൻ സൽപ്രകൃതക്കാരാവുന്നത് അവൻ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ഏത് നന്മ ചെയ്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കുക എന്താണ് നന്മ എന്നവരാ നോക്കുന്നു. ഞങ്ങളെന്ന തിന്മ ചെയ്തില്ല എന്ന് പറയുക മാത്രമല്ല, ഏതാണ് നന്മ ചെയ്തതെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അത് യഥാർത്ഥ തഖ്വ എന്ന്. പറയുന്നു നോക്കുക, ഓർത്തുകൊള്ളുക, നമ്മുടെ പ്രവർത്തനം കാണിക്കുക. ഒരു തിളക്കം നമ്മളിൽ ഉണ്ടാക്കണം. മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള, മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവരെ സ്വീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ബയ്യത്ത് ആവർത്തിക്കുന്നത് മാത്രം, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അഹമ്മദി എന്ന് പറയുക, മുസ്ലിം എന്ന് പറയുക, അത് മതിയായതല്ല. ഒരു പ്രവർത്തന മാതൃക നാം കാണിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ. അത് നാവ് കൊണ്ട് പിന്നീട് പറഞ്ഞില്ലേലും ഇല്ലേലും നമ്മളുടെ കർമ്മങ്ങൾ ആ രീതിയിലാവുമ്പോൾ, അത് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതാകുമ്പോൾ, ആ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുമ്പോൾ, ആ അധ്യാപനങ്ങൾ ലോകത്ത് ശാന്തി സമാധാനം നിലനിർത്തുന്നവരാകുമ്പോൾ, ലോകത്തെ നന്നാക്കുന്നവരാകുമ്പോൾ, അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് വരികയും അവരിത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. വളരെ ധാരാളം ബൈത്തുകൾ അങ്ങനെ ഉണ്ടാകുന്നു. അത് ആ കർമ്മങ്ങൾ കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന ബൈത്തുകളുണ്ട്. ഒരിടത്ത് പറയുന്നു, വെറും വാക്കുകൾ മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. വിജയത്തിന് വേണ്ടി തഖ്വ അനിവാര്യമാകുന്നു. വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുത്തക്കിയായി മാറുക. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇതിനെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പറയുന്നു വളരെ അനിവാര്യമായ കാര്യം, നാം നമ്മുടെ ധാർമ്മിക ഗുണത്തെയും നമ്മുടെ കർമ്മങ്ങളെയും നല്ലതാക്കുക, തഖ്വ കരസ്ഥമാക്കുക, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുക. അള്ളാഹുവിൻ്റെ നമ്മിൽ ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അവർ അത് നമ്മളെ ആക്രമിക്കുന്നവർക്ക് മറുപടി എന്നതിൽ യാതൊരു തരത്തിലുള്ള അലംഭാവം കാണിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രതാപം വെളിപ്പെടുന്നതായിരിക്കണം. അതാണ് യഥാർത്ഥ തഖ്വ. നമ്മൾ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലോകത്തെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഹുക്കൂമത്ത്, ഭരണം ലോകത്ത് സ്ഥാപിതമാക്കണം. അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് നാട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അതിലാണ് നമ്മുടെ വിജയം, അതാണ് നമ്മുടെ ലക്ഷ്യം. പറയുന്നു, കൈയുടെ മേൽ കൈവച്ച് പറഞ്ഞു പോകുന്നു ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന്. എന്നാൽ ഇവിടുന്ന് പോയ ശേഷം മറന്നു പോകുന്നു. പിന്നെ എന്ത് ഗുണമാണ് അവർക്ക് ലഭിക്കുക? യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ പ്രതിജ്ഞ മാത്രം പോരാ, ദീനിന് ദുനിയാവിന് മുൻഗണന നൽകുന്നതാണെന്ന, മറിച്ച് അതിനുവേണ്ടി പ്രവർത്തനവും വേണം, കർമ്മം വേണം,
തഖ്വ വേണം. അള്ളാഹുമായുള്ള ബന്ധം അനിവാര്യമാകുന്നു. അള്ളാഹുവിനോട് ആരാധനയുടെ അവകാശങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവൻ്റെ ദാസരുടെ അവകാശങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മത്തെ പരിവർത്തനം നടത്തേണ്ടത്, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം നല്ലതാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ കുട്ടികളുടെയും പരിശ്രമത്തിനായി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ തഖ്വയിലൂടെ സഞ്ചരിക്കുന്നവരാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി മാറുകയുള്ളൂ. ഇങ്ങനെയല്ല എങ്കിൽ നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നതല്ല. അക്കുൽ ഇബാദ് ബാറിനെ സംബന്ധിച്ച് പറയുന്നു, അള്ളാഹു ആരെയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാക്കുക, ഭിന്നതയെ ഉപേക്ഷിക്കുക, എല്ലാ തരത്തിലുള്ള പരിഹാസത്തിൽ നിന്നും നിന്ദയിൽ നിന്നും നിങ്ങൾ ഉപേക്ഷിക്കുക. ആരെയും പരിഹസിക്കരുത്, നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്. അത് മനുഷ്യനെ സത്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തി വേറെ എങ്ങോട്ടിരിക്കുന്നു. പരിഹാസവും നിന്ദതയും മനുഷ്യനെ നന്മയിൽ നിന്ന് ദൂരത്തെ കൊണ്ടുപോകുന്നു. എല്ലാവരോടും ആദരവോടുകൂടി നിങ്ങൾ പെരുമാറുക. നമ്മളെക്കാൾ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ കോപം ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ പരിപൂർണ തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപം ചെയ്യുന്നവരായിരിക്കും. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് നാം കരസ്ഥമാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ, അതിൽ അനിവാര്യമായ കാര്യം നാം അള്ളാഹുവിനെ ബയ്യത്തിൻ്റെ നിയമത്തിൽ പൂർത്തിയാക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കടമകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം ദാസരുടെ കടമകൾ പൂർത്തിയാക്കണം. അതോടൊപ്പം പറയുന്നു, യഥാർത്ഥം ഇതാണ്, അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. ജനവാസമുള്ളതെ ഇല്ലാതാക്കി തീർന്നു. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. വലിയ പട്ടണമാണ്, അതിനെ അള്ളാഹുവാൻ വിജനമയമാക്കുന്നു. ബാബുൽ പട്ടണം എന്താ ചെയ്തത്? ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പട്ടണങ്ങളെല്ലാം എങ്ങനെയാണ് വിജനമായിക്കൊണ്ടിരിക്കുന്നത്? ചിലർ അവർ സ്വയം അത് നശിപ്പിക്കുന്നു, മറ്റുള്ള ശത്രുക്കൾ നശിപ്പിക്കുന്നു. മനുഷ്യൻ ജനസംഖ്യ വളർത്താൻ ആഗ്രഹിക്കുന്നു. അത് മുൻകാലങ്ങളിലെ ചരിത്രങ്ങളിൽ നോക്കുക. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുലേക്ക് തിരിയണമെന്നുള്ളതാണ്. ഇല്ല എങ്കിൽ വളരെ വലിയ നാശമായിരിക്കും ഉണ്ടായിരിക്കുക. പറയുന്നു, മനുഷ്യൻ അത് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ ആ സ്ഥലം ജനങ്ങളുടെ കേന്ദ്രമായി മാറി. അത് ഖാനക്കാബയെ സംബന്ധിച്ച് പറയുന്നു, അതിനെ നശിപ്പിക്കാൻ നോക്കി. അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിരുന്നു അത്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക, അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് വിധിയിൽ മാത്രം വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അള്ളാഹു പറയുന്നു, ഒരു പുതിയ ജീവിതം നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കുക, ഈ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുക. ഭൗതികരെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അതായത് ഭൗതിക കാര്യങ്ങളെ കൂടുതൽ മുഴുകിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അവർ കൂടുതൽ ദൈവം സ്മരിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് വളരെയും ജോലിയുണ്ടെന്ന് പറയുന്നവർ, ഞങ്ങൾ നമസ്കാരം മറന്നു എന്ന് പറയുന്നവർ പലരും എനിക്ക് എഴുതാറുമുണ്ട്. നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അധികം ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയുന്നില്ല, ഭൗതിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് പലരും ആ ദൈവത്തോടുള്ള കടമകൾ അവരിൽ നിന്നും ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് നിർബന്ധാവസ്ഥയിൽ സുഹറും അസറും മഗ്രിബ് ഇശയും ജമാ ചെയ്ത് നിസ്കരിക്കാൻ അനുവദനീയമാണ്. അത് നിർബന്ധാവസ്ഥയിൽ മാത്രമാണ്, എപ്പോഴുമല്ല. അള്ളാഹുവിൻ്റെ ഭയം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അവൻ്റെ ആരാധനയുടെ കടമകൾ നിറവേറ്റണം. പറയുന്നു, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാരണം കൊണ്ട് മാത്രം നമസ്കാരത്തെ ഉപേക്ഷിക്കരുത്. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദാസനുള്ള അവകാശങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക. നമ്മുടെ കടമകൾ അത് വളരെ സത്യസന്ധതയോടെ നാം ചെയ്യണം. അള്ളാഹുവിനോട് കടമകൾ നിറവേറ്റുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയുള്ള കടമകളും പൂർത്തിയാക്കുക. അതായത് നമുക്ക് നൽകിയിട്ടുള്ള കടമകൾ, നമ്മുടെ അവകാശങ്ങൾ, അതെല്ലാം നമ്മൾ തന്നെ നൽകേണ്ടതാണ്. നസീഹത്ത് ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു ആരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ പരസ്പരം സഹോദര്യവും ബന്ധവും ഉണ്ടാക്കുക. അപ്പോൾ അള്ളാഹു നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓർത്തുകൊള്ളുക, അള്ളാഹുവിനെ അനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ, ശരിയായ ദീനിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അള്ളാഹു എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾ അകറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിജയം പ്രാപിക്കുന്നതായിരിക്കും. നിങ്ങൾ കാണുന്നില്ലേ, ഒരു കർഷകൻ നല്ല വിളവിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നതെന്ന്. അതിനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വെള്ളം നൽകുന്നു, കളകൾ പറിക്കുന്നു, എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളിൽ നിന്നും
എല്ലാം അതിൽ നിന്ന് രക്ഷിക്കുന്നു. ശരിയായ അതിന് ഫലം നൽകിയില്ല എങ്കിൽ ആ കർഷകൻ്റെ ആ പരിശ്രമം നഷ്ടമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിധിയിൽ നിൽക്കുകയാണെങ്കിൽ ആരുടെ ശത്രുതയും നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതല്ല. അതിനോട് നിബന്ധന, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ സത്യസന്ധരാകുകയാണെങ്കിൽ മാത്രം. നിങ്ങളുടെ കർമ്മങ്ങൾ എപ്രകാരമുള്ളതാണെന്നാൽ അത് അള്ളാഹുവിനോടുള്ള ഹക്കും അള്ളാഹുവിൻ്റെ ദാസരുള്ള കടമകളും പൂർത്തിയാക്കുന്നതായിരിക്കണം. പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ ശരിയാക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധം ശരിയാക്കുന്നില്ല എങ്കിൽ അള്ളാഹു പിന്നെ ആരെയും കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കില്ല. ആയിരക്കണക്കിന് ആടുകൾ ദിവസവും അർക്കപ്പെടുന്നു, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അതുപോലെ നിങ്ങളുടെ അവസ്ഥയുമായി തീരും. ഈ കാലഘട്ടത്തിൽ അക്രമികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവർ അക്രമം അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിച്ചിരിക്കുന്നു. വിശന്ന് നിൽക്കുന്നവരെ പലസ്തീനുകൾ അവർ കൊല്ലുന്നു. ആരും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ വിളിക്കുന്നവരാണ് അവർ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, മനുഷ്യത്വമുണ്ടെങ്കിൽ, മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിന് വിലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ദുഷ്ടജീവികളെ പോലെ ആക്കണമെങ്കിൽ ആരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല. പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരുക. എങ്കിൽ മാത്രമേ നിങ്ങൾ സുരക്ഷിതരായിരിക്കുകയുള്ളൂ. ഒരു പരീക്ഷണവും നിങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ അനുമതിയില്ല ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. നിങ്ങൾ എല്ലാ വിദ്വേഷവും അസൂയയും ഇല്ലാതാക്കുക. അപ്പോൾ നിങ്ങൾ വിശുദ്ധി കൈവരിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അതിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ സൗമ്യതയോടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ വസിയത്ത്. ഈ കാര്യങ്ങൾ നാം ഓർത്തിരിക്കുകയാണെങ്കിൽ നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അത് നമ്മളിൽ വർഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശങ്ങളെ കരസ്ഥമാക്കുന്നവരാകട്ടെ നാം, അതിനെ പ്രാവർത്തികമാക്കുന്നവരാകട്ടെ നാം. പിന്നീട് നാം നമ്മുടെ ദുനിയാവും ആഖിറത്തും നേരെയാക്കുന്നവരാകട്ടെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവരാകട്ടെ. നാം എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അഹമ്മദി ജമാഅത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തിൻ്റെ കോണുകളും എത്തുന്നവരായി തീരട്ടെ. ഏകനായ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുന്നവരായി തീരട്ടെ. എല്ലാവരും അതിൽ ശരിയായ ഭാഗവാക്കാരായി തീർന്നോട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യുക. आमीन। नाराए तकबीर, नाराए तकबीर। हजरत मोहम्मद मुस्तफ़ा, हजरत मोहम्मद मुस्तफ़ा। इस्लाम अहमदियत, इस्लाम अहमदियत। गुलाम अहमद की, गुलाम अहमद की। खिलाफत अहमदिया, खिलाफत अहमदिया। हजरत खलीफतुल मसीह खामिस, हजरत खलीफतुल मसीह खामिस। हजरत अमीरुल मोमिनीन जलसा
अलैकुम। जलसा सालाना यूके, जमात अहमदिया आलमगीर, जमात अहमदिया आलमगीर।